തന്തവൈ മാർക്കാ കൂടുതൽ. ചേട്ടനാണ്. ആണോ? രണ്ടു കുട്ടികൾ അച്ഛനാ. എന്നാൽ ഈ ചേട്ടന്മാർക്ക് ഇങ്ങനെ പെൺപിള്ളേർ മെസ്സേജസ് ഭയങ്കര ചേട്ടനോ ഭയങ്കര ക്രഷാണെന്നൊക്കെ പറഞ്ഞു. ഉണ്ട് ചേട്ടന്റെ ഫോണിലേക്ക് ഇങ്ങനെ വീഡിയോ കോൾ വിളിച്ചോണ്ടിരിക്കുക. പക്ഷെ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. അക്കൗണ്ടിലേക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് വീഡിയോ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൺ ആക്കിയിട്ട് ഞാനിങ്ങനെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി എന്തും ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അതൊന്നൊരു ഡൗട്ട് പോലെ. അത് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോ ഈ റിലേഷൻഷിപ്പ് ആണ് കഴിഞ്ഞു പോയ റിലേഷൻഷിപ്പ്. മാരേജിന് ശേഷം എക്സിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ എനിക്ക് തോന്നിയിട്ടു സെയിം എക്സോ വേറെ എക്സ് അല്ല. എനിക്ക് 19 കണ്ടിട്ടില്ലേ കൃഷ്ണ? ഇഷ്ടം പോലെ എനിക്ക് എല്ലാ ജില്ലയിലും ചിഞ്ചും പഞ്ചും ചീനി കണ്ടോ നിനക്ക് മനസ്സിലായി? 4 സിം ഉണ്ടായിരുന്നു, 2 ഫോൺ ഉണ്ട്. പറയാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും പേര്. നമ്മള് ഏത് സിനിമയിലാണത്? ബോയ് അത്ര കേട്ടല്ലേ. ഞാനിങ്ങനെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ഏട്ടനോട് ഞാൻ പറയട്ടെ എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആളറിഞ്ഞിരിക്കണല്ലോ അങ്ങനെയല്ല കഥയും പറഞ്ഞ പാവപ്പെട്ടൊരു ചാകര. ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോ കപ്പിൾസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ചേട്ടന്മാർക്ക് ഇങ്ങനെ പെൺപിള്ളേർ മെസ്സേജസ് ഭയങ്കര ചേട്ടനോ ഭയങ്കര ക്രഷാണെന്നൊക്കെ പറഞ്ഞു. ഉണ്ട്. അത് മാത്രല്ല ചേട്ടനൊരു സമയത്ത് വീഡിയോ കോൾ വന്നിട്ടുണ്ടായിരുന്നു. ക്രഷസ് അല്ല, ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ടിക്ടോക്കിൽ നമ്മൾ വൈറലായിരുന്നു. ടിക്ടോക്ക് ഇങ്ങനെ വൈറലായ സമയത്ത് എനിക്ക് കമന്റ് ബോക്സിൽ ഇങ്ങനെ കമന്റ് ചെയ്യായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചതിഞ്ഞിരിക്കാൻ കേട്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനേപ്പിന്നെ കഥകളുണ്ട്, കുറെ കഥകളുണ്ട്. അപ്പൊ എനിക്ക് ഓൾറെഡി എല്ലാതും അറിയാം. അപ്പൊ അങ്ങനെ കുറെ മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് എനിക്ക് ഓർമ്മ ഉള്ളത് ഏതോ ഒരു പെൺകുട്ടിയും ഇങ്ങനെ ഏട്ടൻ ഓർമ്മയില്ല വീഡിയോ കോൾ വിളിച്ചു വന്നിരുന്നത്. വീഡിയോ കോൾ വിളിച്ചിരുന്നത് ആ പെൺകുട്ടിയുടെ പ്രൊഫൈലില് നമ്മള് സുഖമില്ലാത്തൊരു പ്രൊഫൈലായിരുന്നു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ നിതീഷ് ഞങ്ങൾ 2 പേരെ ഫോണിൽ കിട്ടും. ഏട്ടന്റെ ഫോണിലേക്ക് ഇങ്ങനെ വീഡിയോ കോൾ വിളിച്ചോണ്ടിരിക്കുക. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. അക്കൗണ്ടിലേക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് വീഡിയോ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ അക്കൗണ്ട് വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒട്ടും കൊള്ളത്തില്ല. അപ്പൊ ഞാൻ ഓൺ ആക്കിയിട്ട് ഞാനിങ്ങനെ എനിക്ക് നല്ല ഓർമ്മ. അവള് ആ സമയത്ത് സ്ക്രീനിലൊന്നും കാണില്ല കേട്ടോ, ഓഫ് ആയിട്ടിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഞാൻ പെണ്ണാടി അപ്പൊ കേട്ടത് അല്ലല്ല ചിലര് മെസ്സേജ് അയക്കുന്നപ്പോ ഞാൻ പറഞ്ഞതാ ഇത് ആള് ശരിയല്ലാട്ടാ, വേറൊരു പെൺകുട്ടിയാണ്ടാ. എന്താന്ന് വെച്ച് നമുക്കിതിപ്പോ ലോകം നടക്കുന്ന പുറത്തിറങ്ങി നടക്കുന്ന നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇതിങ്ങനെയല്ല മെസ്സേജിന്റെ ആള്. അപ്പൊ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോ ആണോ ആണ് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ആ വീഡിയോയില് അവള് ഫേസ് ഇല്ല, കൂടുതലും ന്യൂഡിറ്റിയാണ് കാണിച്ചു ചെയ്തിരുന്നു തോന്നുന്നു. അല്ല ആ സമയത്ത് കുറെ വീഡിയോ അക്കൗണ്ട് കണ്ടാൽ അറിയാടാ. പിന്നെ ഇങ്ങനെ ഏട്ടനെ അട്രാക്ട് ആയി അങ്ങനെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്ത് തുടങ്ങി. ഇതിലുള്ള കാര്യം നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇങ്ങനത്തെ മെസ്സേജ് വന്നാലും അത് അതിൻ്റെതായ മീനിങ്ങിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കും നമ്മുടെ പാർട്ട്ണർമാർ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. കാരണം ഇത് വരുന്നത് എന്തിന്റെ പേരിലായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റണം. അപ്പൊ ഇവളാണെങ്കിലും ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഗീത്തോണെങ്കിലും ചേച്ചിയാണെങ്കിൽ രണ്ടുപേരും അതെങ്ങനെ മനസ്സിലാക്കുന്നവരിക്കും നമ്മുടെ ബാക്കിയുള്ള സ്റ്റെപ്പ്. കേസിൽ വന്നാൽ നമ്മൾ എല്ലാവരും ഡിസ്കസ് ചെയ്യും. അപ്പൊ എല്ലാവരായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് എന്താ പറയാ ഒരു ഒപ്പീനിയൻ കിട്ടും ഇങ്ങനെ ചെയ്യാട്ടാ. അതല്ലാതെ എനിക്ക് മെസ്സേജ് വന്ന് ഞാൻ തന്നെ നോക്കാം അതൊരു സംഭവമില്ല. എല്ലാവരും ഡിസ്കസ് ചെയ്യും എല്ലാ കാര്യങ്ങളും. ഓക്കെ, എന്തായാലും നമ്മൾക്ക് ഞാൻ ചെറിയൊരു സെഗ്മെന്റിലേക്ക് കൊണ്ടുപോകാം. ഒന്നുമില്ല, ഞാൻ കുറച്ച് ടാഗ് ലൈൻസ് പറയും. അത് നിങ്ങൾ കപ്പിൾ വൈസ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ പറയാം. ആദ്യം വൈറലായ കപ്പിൾസ്, സ്വാഭാവികം. ഓക്കെ, ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള കപ്പിൾസ്? രണ്ടുപേർ ഫാൻസ്. ഓക്കെ, വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയുള്ള കപ്പിൾസ് ആണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര കുറവാണ്. വീഡിയോ എടുക്കുള്ളൂ. ട്രെൻഡ് ഒക്കെ ഏറ്റവും ഫസ്റ്റ് ഫോളോ ചെയ്യുന്ന കപ്പിൾ? രണ്ടുപേരും ചെയ്യാറില്ല. ട്രെൻഡ് ഫോളോ ചെയ്യാറില്ല.
നമുക്ക് സമയം കിട്ടില്ല. നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ഇപ്പൊ ചിക്കൊക്കെ ആയാലും നമുക്ക് ഞങ്ങളുടെ അയച്ചു തരും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വല്ല സോങ് ഒക്കെ ഡാൻസ്. പക്ഷെ ഞങ്ങൾക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റാറില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങള് മാക്സ് ഒക്കെ ഇട്ട് സാരി അതാണ് ഞങ്ങൾ തൊട്ട വയറിൽ. ഓക്കെ, ഭയങ്കര മെച്ചോർഡുള്ള കപ്പിൾസ് ആണോ? അല്ല, ഇത് ആക്ച്വലി ഞാൻ ഇവരെ പരിചയപ്പെടുന്നതിന് മുന്നേ എഴുതിയ ചോദ്യമാണ്. മെച്ചൂർഡായിട്ടുള്ള കപ്പിൾസ് അങ്ങനെ നമ്മുടെ രണ്ട് കൂട്ടുകാരിലും ഒരാൾ മെച്ചോർഡും ഒരാള് അങ്ങനെയില്ല, ഇത് ചോദിക്കാൻ പാടില്ല ഇവരോട്. അടുത്ത് ചോദിക്കാം. അതല്ല ചോദിച്ച ആളെ കണ്ടിട്ട് എനിക്ക് ചെയ്തത്. എന്റെ കപ്പിളില്ലല്ലോ. ചൈൽഡിഷ് ആരോ? ചൈൽഡിഷ് ആയതുകൊണ്ടല്ലേ ഇപ്പൊ വരിക പൊങ്കാല ചേച്ചി ഈ ഇടലേ മര്യാദക്ക് ജാടില്ലാണ്ട് ഇങ്ങനെയാണ് സംസാരം. എന്ത് ചെയ്യാൻ അത് ശരിയാ, ചില കമന്റ്സ് വരാറുണ്ട്. എനിക്ക് നല്ലോണം വരും, ഇവളെന്തിനാ ഇങ്ങനെയൊന്നും കൊഞ്ചുന്നേ? ക്യൂട്ട്നെസ് ഭാരി വേറെ കമന്റ് വരും. പറയുന്നുള്ളൂ. ഓക്കെ, റൊമാൻറ്റിക് കപ്പിൾസ് അവർക്കാണ് കൂടുതൽ കമന്റ്സ് വരും. ഓക്കെ, കലിപ്പനും കാന്താരി ചെറിയൊരു കലിപ്പൻ നെയ്യിലാണ്. ചിലപ്പോ ഇവിടെ എനിക്കാണ് ദേഷ്യം വരാറ്. ഇപ്പൊ എന്തെങ്കിലും തല്ലൂട്ടൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങള് ടിക്ടോക്ക് ചെയ്തിരുന്ന ടൈമില് എല്ലാരും വിചാരം ഇവിടെ വന്ന് എൻകോമിനൊക്കെ ചെയ്യുന്ന ടൈമില് ഇവരെ കൂട്ടുകാരികളൊക്കെ ടീച്ചർമാരെ നിങ്ങൾ പോയി സംസാരിക്കുന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ ആള് ഭയങ്കര ഞങ്ങൾക്കിടയിൽ അങ്ങനെ പ്രശ്നം വേണേ മെയിൻ ആള് ഞാനായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ സൈലന്റ് ആയിട്ടത് കൊണ്ടുവന്നു. ഞാനറിയാം ഇവിടെ എനിക്ക് തോന്നുന്നു. പിന്നെ എന്റെ അടുത്തൊക്കെ പൊട്ടിത്തെറിക്കില്ല, ഞാനായിരിക്കും പൊട്ടിത്തെറിക്കുക. നമ്മള് ചേട്ടന്മാർ നമ്മൾ സോൾവ് ചെയ്ത് കൊണ്ടുപോകാം. അനുസരണാശീലം ഗുണം ചെയ്യും. ഓക്കെ, ക്രിഞ്ചാരോ? അത് രണ്ടുപേർക്കും ഉണ്ട് അത്യാവശ്യം. എനിക്ക് ഇപ്പോഴും ഉണ്ട്. എനിക്ക് അത് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം. എനിക്ക് ചിലപ്പോൾ ഷർട്ട് മുണ്ടൊക്കെ ഇടാൻ എനിക്ക് അങ്ങനെ ഒരു സാധ്യത ലവ് ഒക്കെ എനിക്ക് വരും. പക്ഷെ ഇവർക്കൊന്നും അങ്ങനെ വരത്തില്ല. തായം വെച്ചു തന്തവൈ മാർക്കാ കൂടുതൽ. ചേട്ടനാണ് രണ്ടു കുട്ടികൾ അച്ഛനാ. അവിടെ ഇവരെ വെച്ച് നോക്കുമ്പോ കുറച്ച് ഓൾഡ് ജനറേഷൻ അല്ല. കുറച്ച് ഒരു സംഭവം എന്തൊക്കെ സംഭവം തന്തവൈബ് എന്ന് പറയാൻ ഇവിടെ 90s ഉണ്ട്. പക്ഷെ ഇവരിടയ്ക്ക് കോമഡി ഇട്ടിട്ട് അങ്ങനെയല്ല. അവരിപ്പോ ഇങ്ങനെ നാടോടുമ്പോ നടുവി ഓടും. ചേട്ടൻ പക്ഷെ ചില ശീലങ്ങൾ ചേട്ടൻ ചില ശീലങ്ങൾ ചില ഇഷ്ടപ്പെടുന്ന അങ്ങനെയല്ല. ഇപ്പോ എന്തെങ്കിലും സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയ അത് ഇഷ്ടല്ല. പിന്നെ സൗണ്ട് ഉണ്ടാക്കാം. അതായത് കാറിലൊക്കെ പോകുമ്പോൾ കാറിന്റെ ഉള്ളിൽ ഞാൻ ഉറക്കുന്ന പാട്ടോട് മേട്ടം പറയും അഞ്ചു പുറത്തുള്ള ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ്. അല്ല, അത് പതുക്കെ ഗ്ലാസ് ഒക്കെ തുറന്നിട്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഒരു 11 മണി ആ ടൈമിലൊക്കെ കൊച്ചുങ്ങളൊക്കെ ഉറക്കം പുറത്തു കൊണ്ടുപോയിട്ട് ഒരു ഭയങ്കര ഉറക്കം പാടുമ്പോ അവരൊക്കെ ഉറങ്ങിയിരിക്കില്ല. അവരൊന്നും ബുദ്ധിമുട്ടിക്കണം. അങ്ങനത്തെ തന്തവൈബുണ്ടെന്നുള്ളൂ. പക്ഷെ എന്നാൽ നമ്മുടെ വീടാണെങ്കിലും ഓപ്പൺ അല്ലേ. അതിപ്പോ മഴയൊക്കെ പെയ്ത് വെള്ളം കിട്ടിയും പെട്ടെന്ന് സൗണ്ട് ഒക്കെ ഇതാവും. അങ്ങനത്തെ തന്തവൈബുള്ളൂ. അല്ലാണ്ട് വേറെ ഇല്ല. നമ്മളും ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു ഞങ്ങളെ ക്യാമറമാന്റെ കല്യാണത്തിനൊക്കെ പോയി ഹരീഷിന്റെ. അപ്പൊ ഒക്കെ ഞങ്ങൾ അടിച്ചു നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ഭയങ്കര കുറവാണ്. ഉദ്ദേശിച്ചത് കുറച്ച് ഓൾഡ് ജനറേഷൻ കുറച്ച് ഉത്തരവാദിത്തം. ഓക്കെ, ഭയങ്കരമായിട്ട് ക്യാഷ് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതാരാ? ഭയങ്കര കൺട്രോളിംഗ് ആണോ? ഞങ്ങൾ ഫുഡ് കഴിക്കാൻ മാത്രമേ ഇല്ല, ഭക്ഷണം കഴിക്കുക, സിനിമയ്ക്ക് പോവാ, ഈ ഒരു കാര്യം മാത്രമേ പൈസ ചെലവാക്കുന്നത്. ഡ്രസ്സ് പോലും ഞങ്ങൾ എടുക്കില്ല. ഡ്രസ്സ് ഭക്ഷണം കഴിക്കും. അതറിയില്ല. നമ്മൾ ഇത്രയും പേരുണ്ട്. ഇത്രയും പേര് ഞങ്ങൾ ചെന്നാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്യും. ചിലപ്പോ ഇവിടെ കുഴിമന്തി ഇരിക്കും, ചിലപ്പോ അവിടെ ഫ്രൈഡ് റൈസ്, പല ഐറ്റംസ് അല്ലേ. നമുക്ക് നല്ല ഫുഡില് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല. വേറെ എന്ത് കാര്യത്തിനും കോംപ്രമൈസ് ചെയ്യില്ല. ഓക്കെ, അടിപൊളി. പിശുക്കാർക്കാ? പിശുക്കെന്ന് പറയാനും ഇല്ല. നമ്മള് ഇപ്പൊ ഞങ്ങൾ എന്തെങ്കിലും കാര്യം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് വാങ്ങിച്ചു തരും. അടിപൊളി. മണ്ടത്തരം അങ്ങനല്ല ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറവാണ്.
പറ്റില്ല. ഞാനിങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടേതായ കുറച്ച് മണ്ടത്തരങ്ങൾ എനിക്കും ഉണ്ടടാ. ഓക്കെ, അടിപൊളി. ഓക്കെ, അടിപൊളി. നമുക്ക് അടുത്ത സെഗ്മെന്റ് കുറച്ചുണ്ട് തരാം. നിങ്ങളിപ്പോ ഒരു ജോയിന്റ് ഫാമിലി ആണല്ലോ, അപ്പൊ ഇങ്ങനെ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇപ്പൊ പല ആൾക്കാർക്കും പല ഒപ്പീനിയനുള്ള ആൾക്കാരാണല്ലോ, അതെങ്ങനെയാ നിങ്ങൾ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് ആ ഒരു ഡിസിഷനിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാ? ഭൂരിപക്ഷം കൂടുതൽ ഏതാണ് നമ്മളെ പിന്നെ അതല്ല ഭൂരിപക്ഷത്തിന്റെ ആവശ്യം അങ്ങനെയില്ല. എല്ലാ അത് കാര്യങ്ങളും ഏകദേശം സംസാരിക്കും. സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും ഞാൻ തീരുമാനിക്കുന്നില്ല, അവൻ തീരുമാനിക്കുന്നായാലും എല്ലാരും ഓരോന്നിലേക്ക് തീരുമാനിക്കും. ഓട്ടോമാറ്റിക്കലി അത് വരും, അത് സംസാരിക്കണം എന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എന്തെങ്കിലും വാങ്ങണം, അപ്പൊ നമുക്ക് ഒന്നിനും ഞാനെല്ലാം ചിന്തിച്ചിട്ടുണ്ടാവും വാങ്ങണം, അല്ലെങ്കിൽ അച്ഛനായാലും ചിന്തിച്ചിട്ടുണ്ടാവും, ഇവരായാലും ചിന്തിച്ചിട്ടുണ്ടാവും, അതിന്റെ തീർന്നു. ഓക്കെ, അടിപൊളി. എന്തായാലും നമുക്ക് ഒരു ചെറിയൊരു ഗെയിം സെഷനിലേക്ക് പോവാം. നമ്മുടെ ടൈം തീരാറായി. അവർ ഇടക്കിടക്ക് വന്ന് നോക്കുന്നുണ്ട്. നെവർ ഹാവ് എവർ ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ, സോഷ്യൽ മീഡിയയിൽ ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട്? ഇതല്ലേ കാണിക്കുന്നത്? ഇല്ല, ഫേക്ക് അക്കൗണ്ട് ഇല്ല. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലേ? ഇല്ല, എന്തിനാ? ഇല്ല, നല്ല രസമല്ലേ? ഞങ്ങൾക്കുള്ള അക്കൗണ്ടിൽ നോക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. പറഞ്ഞപ്പോ അവളുടെ മുഖത്തൊരു ദുഃഖം. അത്ഭുതം. ആർക്കൊന്ന് മെസ്സേജ് അയച്ചു. പാർട്ട്ണറിന്റെ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ടുണ്ടോ? നിനക്കല്ല, അത് അവർക്ക് ഉണ്ടോ? എങ്ങനെ, ബൈ മിസ്റ്റേക്ക് ആണോ മനഃപൂർവ്വമാണോ? അല്ല, എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എൻ്റെ ബ്രഷ് ബാഗിലായിരിക്കും, പിന്നെ ഏട്ടൻ്റെ ബ്രഷ് ചിലപ്പോൾ ബാത്റൂമിലുണ്ടാവും. അവ പിന്നെ അവിടെ പോയിട്ട് എടുത്ത് ഏട്ടനോട് ചോദിക്കും, നീ എന്താ ബ്രഷ് എടുത്തിട്ടാണ് ചെയ്യാറുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി എന്തും ഉപേക്ഷിക്കാൻ തയ്യാറാണ്? അതൊന്നൊരു ഡൗട്ട് പോലെ. എന്തിനും തയ്യാറാണ്. അത് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഈ റിലേഷൻഷിപ്പ് ആണ് കഴിഞ്ഞു പോയ പാർട്ട്ണർ പോസസീവ് ആണോ? അല്ല, അല്ല, ആണ്. അതായത് ഞാൻ ഒട്ടുമില്ല. ചേട്ടൻ പറയേണ്ടത് ആള് പോസസീവ് ആണോ? ചില കാര്യങ്ങൾക്ക് അവൾക്ക് എന്താണോ ചില കാരണം ഇന്നൊരു തീരുമാനം അതായത് ചില കാര്യങ്ങൾ അവൾ എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും വേണം എന്ന് തോന്നുന്ന കാര്യം ചിലപ്പോ ഞാൻ പറഞ്ഞില്ലേ ഈ 90 കിഡ്സിനുള്ള ഒരു കുഴപ്പമായിരിക്കുമല്ലോ, എല്ലാ കാര്യങ്ങൾക്കും ചിലപ്പോ എഴുതുന്നുണ്ടെങ്കിൽ നടന്നു വരില്ല. ഞാൻ പോസസീവ് അല്ല, ഞാൻ എന്ത് കാര്യത്തിനാട്ടാ പോസസീവ് ആയിട്ടുള്ളത്? ചുറ്റുമുള്ള അഡ്ജസ്റ്റ് ആണ് അവള്. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ കിട്ടാണ്ടായപ്പോ അതല്ല അങ്ങനെയല്ലേടാ. പോസസീവ് വേണം, നല്ല രസം ഉണ്ടാവുള്ളൂ. പോസസീവ് ആണോ? എന്താ ഏതെങ്കിലും ഒരു വള്ളത്തിൽ കാലിട്ട് നിങ്ങൾക്ക് അങ്ങനെ പോസസീവ് ഉണ്ടോ പാർട്ട്ണർ? എനിക്ക് പോസസീവ്നെസ് ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ അതിന്റെ കൂടെ വേണം, പിടിക്കണം, അതൊക്കെ കുറച്ച് കൂടുതലാണ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത്. അതല്ലാതെ ഞാൻ ഓക്കെയാണ്, ഞാൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ പറഞ്ഞ പോലെ തന്നെ എവിടെയെങ്കിലും പോകുമ്പോ എന്നെ കൈ പിടിച്ച് നടക്കാനും. എനിക്കതൊന്നും നിർബന്ധമില്ല. ഇല്ല, എനിക്കൊന്നും, അതായത് നിങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല, അതെനിക്ക് ഇപ്പൊ മനസ്സിലായി. അതായത് ഞാൻ അങ്ങനൊക്കെ പോകുമ്പോൾ ആളിഷ്ടത്തിന് വിടുന്ന ഒരാളാണ് ഞാൻ ഓക്കെയാണ്. ചെയ്യുന്നില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ അത് അവൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയെന്നുള്ളൂ, ചെയ്യുന്നില്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാനാ, മനസ്സിലാക്കൽ മാത്രമേ ഉള്ളൂ അല്ലേ? ഞാൻ എന്റെ ഉദ്ദേശമല്ല, എന്റെ വെച്ചാൽ ഞാൻ ആ ഒരു കാര്യത്തിന് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാരണങ്ങളും ഞാൻ മാറ്റണം. എന്റെ ഐഡന്റിറ്റി മാറ്റണം, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ നിന്ന് ഞാൻ മാറണം. അപ്പൊ അവർക്ക് അത് കഴിക്കില്ല. ഒരു പെണ്ണൊന്ന് അത് കയറിയപ്പോ അവന്റെ സ്വഭാവം മാറി അത് ഇവൾക്കാണ് ദോഷം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ മാറാത്ത തന്നെയാണ്. അത് അവള് മനസ്സിലാക്കി എന്റെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. വഴക്കിട്ടിട്ട് പരസ്പരം ബ്ലോക്ക് ചെയ്തിരുന്നിട്ടുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ കുട്ടികളികൾ. കല്യാണത്തിന് മുന്നേ ഞാൻ ഇപ്പോഴായാലും ഞാൻ വഴക്കിട്ടുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുന്ന ടീപ്പൊക്കെ മാറ്റും. ഞാൻ എന്റെ മനസ്സിൽ എങ്ങനെയാണ് സ്റ്റാറ്റസ് ഇടും. എന്റെ സിംഗിൾ ഡീപ്പ് ഇടും. ഞാൻ പിന്നെ ഞാൻ ചോദിക്കും ചിലപ്പോ ഞാൻ എന്ത് പറ്റി കീർത്തു, അപ്പൊ കീർത്തുന്റെ ഒരു ഫോട്ടോ ഒരു ഫോട്ടോ ഞാൻ പെട്ടെന്ന് എനിക്ക് വിഷമം. ഞങ്ങൾ തല്ലി പിടിച്ച് ഞങ്ങൾ പറയൂട്ടാ. ഇപ്പൊ കീർത്ത് പറഞ്ഞു
ഇന്നലെ കാറി വെച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ എന്തെങ്കിലും വരുമ്പോ ഭയങ്കര തല്ലൂട്ടായിരുന്നു ഒച്ചെടുത്തിട്ടൊക്കെ സംസാരിച്ചത് അപ്പൊ അഞ്ചിനോട് കുറെ കാര്യങ്ങൾ പറയണ്ടേ അതെ ഞാൻ ഇങ്ങനെയായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളെല്ലാം ഷെയർ ചെയ്യുന്ന അപ്പൊ ആൾക്കാർ. ഞാൻ ഇപ്പൊ എന്തെങ്കിലും തല്ലുണ്ട് കേസ് പറയുകയാണെങ്കിലും അഞ്ചിനോട് പറഞ്ഞു ഇത് അങ്ങനെ ശരിയല്ല നിങ്ങളുടെ ഭാഗത്താണ് ശരി അപ്പൊ നീ ഇങ്ങനെ സപ്പോർട്ട് അല്ല അത് ചെറിയ കാര്യത്തിലായിരിക്കും ഇവിടെ പെണങ്ങ. അപ്പൊ എനിക്ക് ചെറിയ കാര്യം ഒന്നുമില്ല കാരണം ഇവിടെ അതൊന്നുമില്ല. അപ്പൊ ഇവിടെ മാരേജിന് ഇവരോട് ചോദിക്കും മാരേജിന് ശേഷം എക്സിനെ കണ്ടിട്ടുണ്ടോ? മോളിലത്തെ കഥ ഞാൻ കണ്ടിട്ടുണ്ട്. എപ്പോഴായിരുന്നു ഈ കഥ കേട്ടു ഈ കഥ പറ. ഏട്ടാ കുഴപ്പമില്ല. അത് ഞാൻ കണ്ടത് എപ്പോഴാണ് കഴിഞ്ഞ ആദ്യം കണ്ടത് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പൂരത്തിന് ഏട്ടമുട്ടം പൂരണ്ട് ഞങ്ങളെ വീട് അവിടെ. അപ്പൊ അവിടെ വെച്ച് കണ്ടു. അപ്പൊ എനിക്കിപ്പോ കണ്ടപ്പോൾ എനിക്ക് അപ്പൊ ഏട്ടനെ വിളിച്ചു ഏട്ടൻ ഞാൻ ഇന്നവിടെ കണ്ടു പറഞ്ഞു. അതിനിപ്പോ എന്താ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ കേട്ടു അല്ല എനിക്ക് ഇങ്ങനെ പത്രങ്ങളുണ്ടായിട്ടില്ല. കുറെ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ആ തോണിയിലും ഈ തോണിയിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയായിട്ട് ഒരെണ്ണം ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഞാൻ കീർത്തോടെ വന്നു കീർത്തു ഞാൻ കണ്ടു. അപ്പൊ കീർത്തു നീ എന്താ കാണിച്ചത് അപ്പുറത്തെ ആ മൂടില് അപ്പുറത്തെ കാര്യത്തിലേക്ക് പോയി. ഏട്ടൻ കണ്ടിട്ടുണ്ടല്ലോ അല്ല കണ്ടിട്ടില്ലേ കൃഷ്ണനെ ഇഷ്ടം പോലെ ഏത് ജില്ലയിൽ പോയാലും കാണാറുണ്ട് എനിക്ക് എല്ലാ ജില്ലയിലും ഇല്ല ഇടുക്കിയിലില്ല. സീരിയസ് ആയിട്ട് പറയണ കേട്ടോ ഇത്. 2 ഫോണൊക്കെ ഉണ്ടായിട്ടുണ്ട് ആൾക്ക്. മോളെ ചിഞ്ചും പഞ്ചും അല്ലേട്ടാ ചീനി കണ്ടോ നിങ്ങക്ക് മനസ്സിലായി. 4 സിമ്മും നിഷ്കളങ്കമായ മുഖത്ത് നോക്കിയിട്ട് 4 സിം ഉണ്ടായിരുന്നു 2 ഫോൺ ഉണ്ട്. പറയാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും പേരുകൾ. നമ്മള് ഏത് സിനിമയിലാണത് ബോയ് ബോയ് അത്ര കേട്ടല്ലേ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് എല്ലാത്തിന്നും നല്ലൊരു കുടുംബജീവിതം. അപ്പൊ ഞാനെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ കേട്ടനോട് ഞാൻ പറയട്ടെ എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആളറിഞ്ഞിരിക്കണല്ലോ അങ്ങനെ എല്ലാ കഥയും പറഞ്ഞപ്പോ അവിടെ ഒരു ചാകര. അപ്പൊ ഒന്നും പറയാനില്ലേ ഒരു നിമിഷം 10 വർഷം മുമ്പ് പോയി. ലാസ്റ്റ് നിങ്ങൾ ഒരുമിച്ച് വന്നു നിങ്ങൾക്ക് ഒന്നിച്ച് ഇങ്ങനെ സിനിമയിലൊക്കെ ആക്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ? ഉണ്ടടാ ഞങ്ങളുടെ ഇപ്പൊ ലക്ഷ്യം അതാണ്. അതെ ആണോ? സീരിയസ് അല്ലേ? ആക്ട് അല്ലെങ്കിൽ ആള് എഴുത്ത് അതായത് ഒരു ആൽബം ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം. അത് ഭയങ്കര തലയിൽ കയറി ഇങ്ങനെ നൃത്തം ആടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കുറെ എഴുതിരുന്നിട്ട് അതൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞതില്ല പിന്നെ അത് ഡൗണാവും പിന്നെ വീണ്ടും കയറും ഡൗണാവും. ഓക്കെ അടിപൊളി. അപ്പോ എന്തായാലും നെവർ ഹാവ് എവർ സെഗ്മെന്റ് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? പരസ്പരം എന്ത് മനസ്സിലാക്കി ഞങ്ങൾക്ക് ഈ പരസ്പരം അറിയാവുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ കേസുകൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പറയാറുണ്ട്. ഇപ്പൊ ഞങ്ങൾ പറയട്ടെ ഇപ്പൊ ചേട്ടന്റെ എന്തെങ്കിലും ഒരു പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കീർത്തോട് പറയും അങ്ങനെ ഇങ്ങനെ അടി. അല്ലെങ്കിൽ ചേട്ടൻ എന്തെങ്കിലും ഭയങ്കര പ്ലസ് ആയിട്ട് സാധനം ഞാൻ കീർത്തോട് പറയും ചേട്ടൻ ഇങ്ങനെ അടി സെയിം പറയും. അപ്പൊ ഇവിടെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഇപ്പൊ കീർത്തോട് പറയും ചേട്ടൻ അതുകൊണ്ടായിരിക്കും. അപ്പൊ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്തത് നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റ് ആണ് മനപ്പൊരുത്തം. കപ്പിൾസ് തമ്മിൽ എത്ര മനപ്പൊരുത്തമുണ്ട് എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കും. നമുക്ക് ജസ്റ്റ് മാറ്റി പിടിക്കാം. 4 പേർ കൂടി എങ്ങനെയാണ് നോക്കാം. കപ്പിൾസ് വിടാം 4 പേർക്കും. ആരൊക്കെ ശരിക്കും സിങ്ക് ആവുന്നു നോക്കാം. പക്ഷെ എങ്ങനെ മനപ്പെടുത്താൻ അറിയും നോക്കാം ഏത് ക്വസ്റ്റിന് ആരാണ് ശരിയാക്കിയിട്ടുള്ളത്. അതെനിക്ക് കുഴപ്പമില്ല ഞാൻ മാറ്റാം. ഓക്കെ നമുക്ക് ഇവര് തമ്മിലുള്ള മനപ്പം നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ചോദിക്കാം. അപ്പൊ ഓരോരുത്തർ ടാർഗറ്റ് ചെയ്ത് ചോദിക്കണം. അപ്പൊ കീത്തുവിന് ഇഷ്ടമുള്ളത് ഏതാണ് അങ്ങനെ ചോദിക്കാം. ബാക്കിയുള്ള 3 ആൾക്കാരും അങ്ങനെ ചെയ്യണം. ഓക്കെ ഡൺ. ഓക്കെ ഫസ്റ്റ് ആരോടല്ല ഞാൻ ചോദിക്കാം. ഓക്കെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ കിട്ടിയപ്പോ നിഖില് വാങ്ങിയൊരു സാധനം. ഓർമ്മയില്ല നിനക്ക്? ഫസ്റ്റ് യൂട്യൂബ് കിട്ടിയപ്പോ ചെലവായിരിക്കും. എനിക്ക് ഓർമ്മയില്ല. അഞ്ചോ ഐഡിയ പറഞ്ഞ ആളാണ്.
ഞാൻ പറയണോ ആദ്യം ആ നിഖില് Food. ഫുഡ് ബിരിയാണി അപ്പൊ ഞാൻ ഫുഡ് എവിടെ കാണിച്ചേ ഫുഡ് ഞാൻ മാത്രം പലചരക്ക് ഓർമ്മയില്ല എനിക്ക് അച്ഛൻ അല്ല, അച്ഛനും കൂടി food. പോയിട്ട് വീട്ടിലേക്കല്ല പക്ഷെ അത് food തന്നെയാണല്ലോ. മുമ്പ് ചെലവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെലവിന്റെ ആൾക്കാരായി എപ്പോഴൊക്കെ ചെലവ് കിട്ടും ശരിയല്ലേ എല്ലാ വീട്ടും നമ്മൾ കഴിക്കാൻ പോയി എനിക്ക് ഓർമ്മ വിളിച്ച് നിൽക്കുന്നത് അത് പല ചെറുക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആദ്യം പോയിട്ട് വീട്ടിൽ അടുക്കളേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കണം നിങ്ങൾ അത് ഓർക്കണ്ട ഓക്കെ ഇപ്പൊ ചേട്ടന് ഏറ്റവും കൂടുതൽ വാങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു വണ്ടി വണ്ടിയോ കാറ് കാറാണോ ആ കാറായിരിക്കില്ല ഏറ്റവും കൂടുതൽ ആഗ്രഹം കാറാണോ ടൂ വീലർ ആണോ അതൊക്കെ ഇഷ്ടമുള്ള എഴുതാൻ പറ്റുമോ അന്ന് ഏത് വണ്ടിന്ന് എഴുതിയാൽ മതി കാറായിരുന്നു ടൂ വീലർ ആയിരുന്നു എനിക്ക് മോഡലും കൂടെ എഴുതണം എന്താണ് എനിക്ക് വണ്ടിയുടെ പേരൊന്നും അറിഞ്ഞൂടാ പിന്നെ ഞാൻ എങ്ങനെ മോഡലൊക്കെ എഴുതും എന്നാ വണ്ടിക്ക് ഇങ്ങനെ നോർമൽ പേര് എഴുതിയാൽ മതി എന്താ ചേട്ടാ കഥ ഞാൻ പറയണോ ആ പറ ഇതിലെന്നെ അല്ലാതെ ഞാൻ ആ പറ കുഴപ്പമില്ല ടൂ വീലർ ആണ് ആ അത് എൻഫീൽഡ് 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 ബുള്ളറ്റ് ചേട്ടന് മാത്രം കാറിലാണെങ്കിൽ ബലേനോ ഞാൻ എന്തെഴുതി എല്ലാവർക്കും കൂടി കൂടാൻ പറ്റിയ വലിയ വണ്ടി ബസ് എടുത്തോടെ ഞാൻ അതുപോലത്തെ ഒരു മിനി ബസ് ആലോചിച്ചതാണ്. പക്ഷേ നമ്മള് കാര്യത്തില് ഡിസ്കസ് നിങ്ങൾക്ക് മാത്രം ഓടാനോ അങ്ങനത്തെ ഒരു പോകാൻ മറ്റേ വേണ്ടി. ആംബുലൻസിന്റെ ഒക്കെ പോലത്തെ ഒരു ട്രാവലർ ഉണ്ടായിരുന്നു ആ വണ്ടിയുടെ പേരുണ്ടായിരുന്നു എനിക്ക് ആംബുലൻസ് ആ വണ്ടിയുടെ അല്ല പേരുണ്ടായിരുന്നു ഇവരത് കണ്ടിരിക്കുന്ന കൂടുതലാണ് വിങ്ങർ ആ സ്റ്റാർട്ടറിൽ വണ്ടി വിങ്ങറിനെ വണ്ടി എടുക്കുന്നുണ്ടായിരുന്നു അതെടുത്തിട്ട് ഉണ്ടെങ്കിൽ ഉള്ളില് കൊച്ചുകളെ കൊണ്ട് ടേബിള് പോകുന്നത് കട്ടില് ക്യാരവൻ പോലത്തെ Caravan setup ആണ് ഉദ്ദേശിച്ചത്. അത് മുമ്പ് സത്യത്തില്. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ബുള്ളറ്റ് നിങ്ങൾ 4 പേരും കൂടി ആദ്യമായിട്ട് ഒന്നിച്ചു പോയൊരു സ്ഥലം നിങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് അതായത് ട്രിപ്പാണോ ആ ട്രിപ്പ് ട്രിപ്പ് വേണോ ട്രിപ്പ് വേണം മാർക്ക് കിട്ടും എന്തായാലും മാർക്ക് കിട്ടും എടാ നമ്മളതിന് മുമ്പ് ഒരിടത്തും പോയിട്ടുണ്ടോ ഈശ്വരാ. ഒരുമിച്ചിട്ടോ? നിങ്ങൾ ഒട്ടും പോയിട്ടില്ല ഒന്നിച്ച്? നമ്മൾ അതിന് മുന്നേ അത് തന്നെയാണ് നമ്മൾ ഞങ്ങൾ പറഞ്ഞത്. എല്ലാരും കൂടെ പോയിട്ടുള്ളത് അത് തന്നെ കഴിഞ്ഞ എല്ലാവരും കഴിഞ്ഞു അവർക്ക് ഭയങ്കര interest ഇപ്പൊ. എനിക്ക് ഈ കളി ഇഷ്ടമാണ് ഓക്കേ. അതെ, 5 പേർ വയനാട് കാണിച്ച് വയനാട്. വയനാട് 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 ഓക്കെ ഓക്കെ കറക്റ്റ് അടിപൊളി അടിപൊളി അത് ശരി. എന്തൊരു പൊരുത്തല്ലേ. അഞ്ചു ചേച്ചി കല്യാണല്ലേ താലിയിടുന്ന സമയത്ത് ഇട്ട സാരിയുടെ ബ്ലൗസ് കഴിഞ്ഞ ദിവസം നമ്മൾ കല്യാണ വീഡിയോ കണ്ടത് ഞാൻ ഒരുമിച്ച് ഒരേ സ്വരത്തിൽ അത് അതിൽ വേറെ പറയാം റീസൺ പറയട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒറ്റ കളറിക്കും ഇവരെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ തന്നെ വെറൈറ്റി വെറൈറ്റി ഉണ്ടാവും അതന്നെ പക്ഷെ ബ്ലൗസിന്റെ കളർ ഇരിക്കും ആ. എടി, അന്നത്തെ കാലത്ത് ആ കളർ ഉണ്ടായിരുന്നുള്ളൂ ക്ലൂ ഒന്നും കൊടുക്കില്ലേ ഇന്നലെയാണ് അവർ വീഡിയോ കണ്ടത് വെറുതെ അവളെ ഓർക്കണില്ല ഓർമ്മയുണ്ട് ഓ നീ അപ്പൊ വീഡിയോ ഒന്നും ഞാൻ പറയട്ടെ കണ്ടില്ല. റെഡ് റെഡ് Red ഡാ, red. കാണിച്ച്. നല്ല അപ്സര ചാപ്പ റെഡ് എനിക്കതൊന്നും ഇഷ്ടമൊന്നുമില്ല ഞാൻ ആദ്യം പറയാൻ പറ്റില്ല അപ്പൊ. പക്ഷെ ഇപ്രാവശ്യം ഓക്കെ ഓക്കെ ഞാൻ ഉദ്ദേശിച്ചേ എനിക്കത് റെഡ് ആയില്ല ഒരു പീച്ച് അതെ, അങ്ങനെയൊക്കെ വിചാരിച്ചു അതാണ് ഞാൻ പറഞ്ഞത് കീത്തുക്ക് ഏറ്റവും കൂടുതൽ കീത്തു കേൾക്കുന്ന ഒരു പാട്ട് ഇപ്പഴേ പിച്ചൊരു പാട്ട് നീ ആദ്യത്തെ ഫേവറേറ്റ് പാട്ടാണ് ഇപ്പൊ ഞാൻ കേൾക്കുന്ന ഇപ്പൊ പാട്ടാണ് കേൾക്കുന്ന പാട്ട് ഇപ്പൊ കേട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പാട്ട് അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് റീസെന്റ് ചില ആൾക്കാരിങ്ങനെ Recently ആണോ? റീസെന്റ് ഇപ്പൊ നമ്മൾ ചില പാട്ട് ഇപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ എനിക്ക് കേട്ടോണ്ടിരിക്കും ഇഷ്ടപ്പെട്ടതാണോ അല്ലെങ്കിൽ വീട്ടിലെപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത് വീട്ടിലെപ്പോഴും കേൾക്കുന്നത് കീത്ത് വെക്കുന്ന ഒരു പാട്ട് കോക്കോമിലിന്റെ പാട്ട് സമ്മതിക്കും ഇത് ഏത് കണ്ടോ ഉടായിപ്പ്? നീ എപ്പോഴാ വീട്ടില് പാട്ട് പാട്ടായിട്ട് ഇട്ടുള്ള consider ചെയ്യില്ലല്ലോ. ഇല്ല ആകെ കാറി പോകുമ്പോഴേ പാട്ട് കേൾക്കുമ്പോള് പറയട്ടെ ഞാൻ പറയാം ഒരു മിനിറ്റ് കേട്ടോ ആ. അപ്പൊ എഴുത് എനിക്ക് കൺഫ്യൂഷൻ ആയിട്ടോ ഞാൻ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട് ഒരെണ്ണം ഞാൻ പറയട്ടെ ഞാൻ രണ്ടെണ്ണം എഴുതി കാരണം ആദ്യം രണ്ടാമത് ഇപ്പൊ കേൾക്കുന്ന പേര് മാറ്റി എഴുതി. നോക്കി പറ ഞാൻ പറയട്ടെ ആ, പറ. അമ്മയുടെ പേര് എനിക്ക് അറിയുള്ളൂ ആ. വലിയ സിനിമയിലെ ഒരു പാട്ടില്ലേ ഏതാ നെറ്റിമേലിൽ പൊട്ടിട്ടാലും തഞ്ചാവൂർ. അത് ഞാൻ എഴുതി. ആണോ രണ്ടാമത് എഴുതി. ഓ നെറ്റിൽക്കാണ് പാട്ട് ഈശ്വരാ, എവിടെ നെറ്റിമേലെ ഞാൻ എഴുതിയതറിയോ പൂവേ പൂവേ. 4 മണിക്കൂർ വീട്ടിൽ പക്ഷേ ഞങ്ങള് പക്ഷേ പറയട്ടെ കീത്ത് ഏറ്റവും കൂടുതൽ പാടുന്നതും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പാട്ടും ചിലപ്പോഴേലും ഉണ്ണി വാവേ. കണ്ണേയൂ
ഞാൻ ആദ്യം എഴുതാൻ പോകുന്നതാ. ഞങ്ങൾ കേട്ടിട്ട് നിഖിലാണ് പറയുന്നത് പൊന്നു ചേച്ചി കാറി പാട്ടുള്ളൂ. ചേട്ടൻ പാടി കേട്ടിയപ്പോ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ പാട്ടുകൾ. ഓക്കെ, അപ്പൊ അടിപൊളി. ഇതും കിട്ടൂലല്ലോ. നിങ്ങൾ ആദ്യമായിട്ട് ഒന്നിച്ച് കണ്ടൊരു സിനിമ തിയേറ്ററിൽ പോയിട്ട്? 4 പേരും അല്ല. യാ. 4 പേരും. ഓർമ്മയില്ല, കാരണം പടങ്ങൾ ഒരുപാട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു, കല്യാണം കഴിഞ്ഞ സമയത്ത്. ചേച്ചി ഇല്ലാണ്ട് ഞങ്ങൾ പോയിട്ടുള്ള പടം വേണമെങ്കിൽ അത് ഞാനും വേണേ പറയാം. അന്ന് അതെഴുത്, ആ. അന്ന് അതെഴുത്. എനിക്ക് ഓർമ്മയില്ല. ഞാനില്ലാണ്ട് വീട്ടിൽ വെച്ച് നിങ്ങൾ പോയത്. ഇവിടെ വേണ്ടി അത് പക്ഷെ ഇവിടെ കൊണ്ടുപോകാണ്ട് അത് ശരിയാണ്. കൺഫ്യൂഷൻ ആണ് കേട്ടോ. അതായത് പ്രഗ്നന്റ് ആയ സമയത്ത് പോയിട്ടില്ല. എന്റെ ഇവള് ഭയങ്കരമായിട്ട് അതിന് അല്ല അത് ക്ലൂ കിട്ടും. അതുകൊണ്ട് അതിന് ശേഷം പറയാം. ഓക്കെ, ഞാൻ പറയട്ടെ. നിപ്പ, നിപ്പേ ഇപ്പൊ സിനിമയിലല്ല. കൊറോണ, കൊറോണ അല്ല. വൈറസ്. ഞാനിപ്പാണ് ഒരു നിപ്പാന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. വൈറസ് ഉദ്ദേശിച്ചത്. ഓക്കെ. അത് അവളെ കൊണ്ടുവരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു നീ വരാൻ ഞാൻ നന്നായി ഭയങ്കര കുറച്ച് ഒലക്കണ പടം എന്നൊക്കെ പറഞ്ഞായിരുന്നു. നിങ്ങള് ഇപ്പൊ ഫുഡ് കഴിക്കുന്നൊക്കെ സമയത്ത് ചേട്ടന് തീരെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തൊരു ഭക്ഷണം? അയ്യോടാ ഇഷ്ടമുള്ളത് ചോദിക്കരുതെന്നല്ലോ പറഞ്ഞു. മാംസാദികളൊക്കെ എല്ലാം തരാം. അവൾക്ക് ഇഷ്ടം വേണ്ട, എല്ലാം ഇഷ്ടം. അന്ന് അത് വേണേ ഞങ്ങളുടെ സൈഡായിട്ട് എന്തെങ്കിലും ചോദിക്കും. വേറെ ചോദിക്കാം, വേറെ ചോദിക്കാം. ഞാൻ എന്തും കഴിക്കും. അവരെങ്ങനെയാണെങ്കിലും പച്ചക്കറി ഇവർക്ക് രണ്ടൊക്കെ പച്ചക്കറിനോട് വലിയ താല്പര്യമില്ല. ഞങ്ങൾക്ക് പച്ചക്കറി ഇഷ്ടം. ഓക്കെ, അന്ന് നിങ്ങൾ ഇനി ഒരുമിച്ച് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം നമുക്ക് എല്ലാവർക്കും കൂടി ഇനി ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പോകാം. 1-2 പ്ലാൻസ് ഉണ്ട്. അതൊക്കെ എഴുതി ഓരോരെണ്ണം. ഞാൻ പറഞ്ഞ പ്ലാൻ എഴുതുമെല്ലാവരും. ഞങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല വന്നില്ല. അങ്ങനെ ക്ലൂ കൊടുക്കാൻ പാടില്ല. അല്ല, ഞങ്ങള് നിയറസ്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത സ്ഥലം. അതായത് നിങ്ങൾ നമുക്ക് ഇനി ഇവിടെ പോവാം, നമുക്ക് എല്ലാവർക്കും കൂടി ഇനി ഈ സ്ഥലത്ത് പോവാന്ന് ഒരു പ്ലാൻ ഞാൻ പറഞ്ഞ പേര് ഓർമ്മയില്ലടി ഇതിനൊക്കെ. ശോ. ചിക്കമംഗളൂർ സ്ഥലത്തിന്റെ പേര് ഓർമ്മയില്ല. അടുത്ത് കൊടുക്കില്ല. ഇത് രാജ്യത്താന്ന് എഴുതിയാൽ മതി. അതും എനിക്ക് അത് രാജ്യം ഇല്ലല്ലേടാ, രാജ്യത്തേക്ക് പോകാനുള്ളതൊന്നുമില്ല. ഞാൻ 2 സ്ഥലം എഴുതിയുണ്ട്. ഒരെണ്ണം അല്ലടോ, അങ്ങനെ 2 സ്ഥലം പറഞ്ഞിട്ടുണ്ട് പോണം എന്നുള്ളത്. പക്ഷെ രണ്ടും കറക്റ്റ് ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ. നോക്കല്ലേ ജീത്തു. അപ്പൊ ഞാൻ ഞാൻ പറയാം. ഇത് കഴിഞ്ഞു. ഓക്കെ, ആ പറ. ഫസ്റ്റ് ഇത് ഞങ്ങള് കൊടക് പോവാന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കൊടക് എനിക്ക് ഓർമ്മ ഒന്നുമില്ല. സോ ഞാൻ ബാംഗ്ലൂരിൽ എഴുതി. പിന്നെ പിന്നെ വേറൊന്നുണ്ട്, ചോറ്റാനിക്കര അമ്പലത്തിൽ എന്റെ പോകുന്നത്. ചേട്ടനല്ലേ? ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ചോറ്റാനിക്കര പത്മനാഭ ക്ഷേത്രം, ഞാൻ മാത്രം തിരുവനന്തപുരം പത്മനാഭ ക്ഷേത്രം. ഓക്കെ, അഞ്ചു എന്തെഴുതി? അല്ല, കീത്ത് എന്തെഴുതി? കൂർഗ്. ഞാന് കൊടൈക്കനാൽ. ആക്ച്വലി കൂർഗാണ് ഞാൻ ശരിയപ്പോ കൊടക്. കോട്ടയം ചേച്ചി കോട്ടയം. ഞാൻ എനിക്ക് ബാംഗ്ലൂർ വഴിയൊക്കെ പോകണം എന്നുള്ളൊരു ഓർമ്മയുണ്ട് എനിക്ക്. അപ്പൊ അത് ഞാൻ ബാംഗ്ലൂർ എഴുതിയിട്ടുണ്ട്. ബാംഗ്ലൂർ എഴുതിയിട്ടുണ്ട്. ആ സാരല്ല, മാർക്കില്ല. അത് mark. ഇല്ല, തരില്ല. ഓക്കെ, ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ആർക്കാം? എനിക്ക് 1, 2, 3, 4, നമ്മൾ 5 ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ പറഞ്ഞു. എല്ലാരും ഓക്കെ. അപ്പൊ 11-ൽ 12-ൽ 5. 6 പറഞ്ഞല്ലോ. ഞാൻ എത്ര പറഞ്ഞു? ഞാൻ 1, തിരുവനന്തപുരം 2. അത് തെറ്റില്ലേ? ആ. 5 ഓക്കെ, അടിപൊളി. എണ്ണം. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ ഇങ്ങനെ നിങ്ങളോട് സംസാരിച്ച് ഞാൻ ആദ്യം വിചാരിച്ചു നിങ്ങൾ ഭയങ്കര ഫുൾ ഹാപ്പി ചില്ലായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ പക്ഷെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല വൈബും ഫാമിലി. നിങ്ങൾ നമ്മുടെ വീഡിയോസിൽ കാണുന്ന അതുപോലത്തെ തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ എന്താ കാട്ടിക്കൂട്ടലോ അതൊന്നുമില്ല. നല്ല അടിപൊളി റിയൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിലും. നമ്മുടെ നാട്ടിലിരുന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ആൻഡ് നല്ല പിള്ളേരാണ്. അപ്പോൾ അവർ ഇനി അടിപൊളിയായിട്ട് 4 പേരും അടിപൊളിയായിട്ട് വരട്ടെ. ഇനി ഭാവിയിൽ അവരുടെ യൂട്യൂബ് ചാനൽ ഞാൻ അവർ ഇന്റർവ്യൂ എന്നിട്ട് ഞാൻ ഈ ക്ലിപ്പിക്സ് കാണുക നോക്കും. അമ്മയും മണ്ടത്തരം പറഞ്ഞു അങ്ങനെയൊക്കെ. അപ്പൊ അന്നും ഇതിന്റെ തന്നെ ഉണ്ടാവും. ഞാൻ പോവില്ല. പക്ഷെ വേറെ ഉണ്ട് കേട്ടോ, ഇടയ്ക്കിട്ടൊന്ന് വേരാശത്ത് പോയി വരാം. നാസനായിട്ട് ചെറിയൊരു ഉടമ്പടി ഉണ്ട്. ഞാൻ അവിടെ സ്ഥലം വാങ്ങാൻ പ്ലാൻ. അപ്പം ഒരുപാട് സന്തോഷം. ഇനി അടിപൊളിയായിട്ട് പോട്ടെ. ഈ ഒരു ജോയിന്റ് ഫാമിലി ഇതേപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. എല്ലാവിധ ഹാപ്പിനെസ്സും അനുഗ്രഹങ്ങളൊക്കെ ദൈവം തരട്ടെ. താങ്ക് യു സോ മച്ച്. പെട്ടെന്ന് 1 മില്യൺ 2 മില്യൺ ഒക്കെ അടിക്കണേ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഞങ്ങൾ വിളിച്ചേരും.
സന്തോഷം. അത് മസ്താനി തന്നെ അതിന്റെ പേരിൽ അതിനെ ഭയങ്കര ഒരുപാട് സന്തോഷം. കാരണം എന്റെ കുട്ടി ഭയങ്കര ഫെയിം ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. പിന്നെ പിന്നെ ഞങ്ങളുടെ നാട്ടുകാരിയാണ് മെയിനായിട്ട് അതാണ് ഞങ്ങളുടെ നാട്ടുകാരെ നാട്ടുകാരി നമുക്ക് അറിയില്ലായിരുന്നു. നാട്ടുകാർ നടത്തിയപ്പോ ഭയങ്കര സന്തോഷമായി. പിന്നെ ഇങ്ങോരാണ് യെസ് അപ്പൊ എന്തായാലും കെട്ടിട്ടോ. പിന്നെ ഫസ്റ്റ് വന്ന് കേറിയപ്പോ തന്നെ നല്ലതായിട്ട് ചിരിച്ച് ഞങ്ങൾ സംസാരിച്ചു കേട്ടോ. അപ്പൊ ഞാൻ ലേറ്റ് ആയെന്ന് വിചാരിച്ചു. ഒരു ജാടൊന്നും ഇല്ലാണ്ട് അടിപൊളിയാണ്. നല്ല സിങ്കാണ് ഞങ്ങള്. കാരണം മസ്താൻ ലേറ്റ് ആവാനായിട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് പോലും ഇല്ല താങ്ക് യു. ഓക്കെ ബൈ.